ഹലോ എവറി വൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതുവരെ പഠിച്ചതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, ട്രിക്കി വേയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസും ബാക്കിയുള്ള ടോപ്പിക്സും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്, നമുക്ക് 4 ഇക്വേഷൻസ് ആണ് ആദ്യമായിട്ട് തന്നെ പഠിക്കാനുള്ളത്. 4 ഇക്വേഷൻസ്. ഓക്കെ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. സൈൻ നമ്മളതൊരു സിമ്പിൾ വേയിൽ നമ്മൾ പഠിക്കും. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആൻഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ. അടുത്തത് കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് മൈനസ് കോസ് വൈ. ഓക്കെ, നോക്കിയടാ, ഇവിടെ എല്ലാ ഇക്വേഷനിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. 2 2 2 2. ഓക്കെ, ആൻഡ് കൂടാതെ എക്സ് പ്ലസ് വൈ ബൈ 2 ആൻഡ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, എക്സ് പ്ലസ് വൈ ബൈ 2 ഇവിടെ വരുന്നു, എക്സ് പ്ലസ് വൈ ബൈ 2 ഇവിടെയും വരുന്നു. ആൻഡ് ഈ ഒരു ഇക്വേഷനിലും എക്സ് പ്ലസ് വൈ ബൈ 2 കയറി വരുന്നുണ്ട്. ആൻഡ് ഇവിടെയും എക്സ് മൈനസ് വൈ ബൈ 2, എക്സ് മൈനസ് വൈ ബൈ 2, വീണ്ടും എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, സോ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, അവിടെയും 2 ഉണ്ട്, എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ട്, എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് 2 എക്സ് പ്ലസ് 2 ഉണ്ട്, എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ട്, എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. കോസ് എക്സ് പ്ലസ് കോസ് വൈ എടുത്തു കഴിഞ്ഞാൽ അവിടെയും 2 ഉണ്ട്, എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ട്, എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കയറി വരാനുണ്ട്. നോക്കിക്കോ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. മക്കളെ, നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, സൈനിന് എപ്പോഴും കൂടെ ഒരാൾ വേണം. സൈനിന് പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ സൈനിന് എപ്പോഴും കമ്പനിക്ക് ഒരാൾ കൂടെ വേണം. സോ സൈൻ വന്നു കഴിഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2, അവിടെ കോസ് ഉണ്ടായിരിക്കണം, കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ആൻഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ബൈ 2, ഇവിടെ ഒരു മൈനസ് എനർജി വന്നു. അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, സൈൻ എക്സിനും സൈൻ വൈക്കും ഇടയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആര് കയറി വരുന്നു? ആദ്യം തന്നെ കോസ് എക്സ്. എടാ പ്രശ്നമൊന്നുമില്ല, സോറി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആരാണ്? കോസ് എക്സ് ആണ് ആദ്യമായിട്ട് കയറി വരുന്നത്. അപ്പം കോസ് ആദ്യം കയറി വരും. എന്നിട്ടോ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ആൻഡ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഒന്നുകൂടി, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണെങ്കിൽ അവിടെ പ്ലസ് സൈൻ ആണ്, അവർക്കിടയിൽ ഒരു പ്രശ്നമില്ല. സോ മാത്രമല്ല, സൈനിന് എപ്പോഴും എന്ത് വേണം? കൂടെ ഒരു കോസ് നിർബന്ധമാണ്. സൈനിന് പെയറായിട്ട് കോസ് വരും, ടാനിന് പെയറായിട്ട് കോട്ട് വരും, കൊസീക്കിന് പെയറായിട്ട് സീക്ക് വരും. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ കൂടെ ആര് വരും? കോസ് വരും. ഇനി സൈൻ എക്സിനും സൈൻ വൈക്കും ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി, അവിടെ എന്തോ ഒരു പ്രശ്നം, അവർക്കിടയിൽ എന്തോ ഒരു സൗന്ദര്യപ്പണക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് ആദ്യം തന്നെ വരും? കോസ് ആദ്യം തന്നെ കയറി വന്നിട്ട് എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യണം. കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ കോസ് കയറി വരുന്നു. അപ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കോസ് എന്താണ്? കോസുകൾ ഒരുമിച്ച് നിന്നാൽ ഭയങ്കര അഹങ്കാരികളാണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈ രണ്ടിനും ഒരേ വൈബാണെന്ന് വിചാരിക്കുക. കോസ് എക്സിനും കോസ് വൈക്കും ഒരേ വൈബാ, പ്ലസ് സൈനുകളാണ് ഉള്ളതെങ്കിൽ സെയിം അവസ്ഥ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ആൻഡ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2, സെയിം കണ്ടീഷൻ. അവർ ഒരുമിച്ച് തന്നെ നിൽക്കുന്നു. കോസ് എക്സും കോസ് എക്സ് പ്ലസ് വൈ ബൈ 2യും കോസ് എക്സ് മൈനസ് വൈ ബൈ 2യും. ഓക്കെ, ആൻഡ് കോസ് എക്സ് മൈനസ് കോസ് വൈ, കോസ് എക്സ് മൈനസ് കോസ് വൈ, അതിനിടയിൽ മൈനസ്. ഇവർ തമ്മിലുടക്കി കഴിഞ്ഞാൽ, ഇവരിടയിൽ ഒരു മൈനസ് കയറി വന്നാൽ ഇവരാരടുത്തേക്ക് പ്രശ്നം പറയാൻ പോകും? നേരെ സൈനിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ സൈൻ മാത്രമാണുള്ളത്. സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ആൻഡ് സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഞാൻ അവിടെ കയറി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അവിടെയും ഒരു നെഗറ്റീവ് എനർജി കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? സൈൻ എക്സ് പ്ലസ് വൈ സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ആൻഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ വന്നു കഴിഞ്ഞാലോ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് പ്ലസ് കോസ് വൈ വന്നാൽ അവർക്കിടയിൽ പ്ലസ് സൈൻ ആണെങ്കിൽ സെയിം അവസ്ഥ, കോസും കോസും തന്നെ ഒരുമിച്ച് നിൽക്കുന്നു. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇനി അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കോസ് എക്സ് മൈനസ് കോസ് വൈ വന്നു കഴിഞ്ഞാലോ അവർ സൈനിൻ്റെ കൂടെ പോയി നിൽക്കും. മാത്രമല്ല എന്ത് സംഭവിക്കും? അവിടെയും കൂടി നെഗറ്റീവ് ചാർജ് കൊടുത്തു. -2 -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, സിമ്പിളാണല്ലോ, ഇത് ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ഈ 4 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ഇതാ നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു എക്സാമ്പിൾ നോക്കുക. കോസ് 7x plus cos 5x divided by sin 7x minus sin 5x which is equal to cot x.
ഓക്കെ, ഇതെന്താണ്? പ്രൂവ് ദാറ്റ് ആണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x എന്തിന് ഈക്വൽ ആണ്? കോട്ട് എക്സിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്താണ്? കോസ് എക്സ് പ്ലസ് കോസ് വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ ഓക്കെ, അപ്പോൾ കോസ് 7x പ്ലസ് കോസ് 5x ആണ് നമുക്ക് കാണാനുള്ളത് അല്ലേ? കോസ് 7x പ്ലസ് കോസ് 5x എടുത്തു കഴിഞ്ഞാൽ അവിടെ 7xന്റെ സ്ഥാനത്ത് x ആണ്. കോസ് 5xന് എവിടെയാണ്? അവിടെ 5x വരുന്നത് y ആണ്. ഓക്കെ, സോ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്തായിരുന്നു? കോസ് എക്സ് പ്ലസ് കോസ് വൈ വരുന്നത് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സോ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് എന്താണ്? ഇവിടെ 7x ആണ്. y എന്താണ്? 5x ആണ്. 7x പ്ലസ് 5x 7 ചക്ക പ്ലസ് 5 ചക്ക 12 ചക്ക. ഓക്കെ, 7x പ്ലസ് 5x വരുന്ന സമയത്ത് എന്താണ്? 12x ഡിവൈഡഡ് ബൈ 2 ഉണ്ട് നമുക്ക്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 12 ഡിവൈഡഡ് ബൈ 2 എന്താ? 6 ആണ്. സോ 6x ഇൻറ്റു കോസ് ഓഫ് 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. 7x മൈനസ് 5x എത്രയാണ്? 2x ആൻഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. സോ കോസ് എക്സ് എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ടോപ്പിൽ വരുന്നത്. നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്ന ഭാഗം ഇത്രയാണ്. ആൻഡ് ഡിനോമിനേറ്ററിലേക്ക് വരുന്ന സമയത്ത് സൈൻ 7x മൈനസ് സൈൻ 5x. ഓർത്ത് നോക്കുക, സൈനുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആദ്യം കോസ് എക്സ് വരും സോൾവ് ചെയ്യാൻ അല്ലേ? അപ്പൊ 2 കോസ് ഓഫ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 2 കോസ് ഓഫ് 6x വരും അല്ലേ? 2 കോസ് ഓഫ് 6x ഇൻറ്റു സൈൻ ഓഫ് 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. 7x മൈനസ് 5x 2x ബൈ 2 എന്നാൽ x. സോ കോസിന് അവിടെ സൈൻ എക്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മക്കളെ 2 കോസ് 6xും 2 കോസ് 6xും എവിടെ വരുന്നുണ്ട്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നു. ഞാനത് വെട്ടിക്കളഞ്ഞു. ബാക്കി ആരാളുള്ളത്? കോസ് എക്സ് ബൈ സൈൻ എക്സ്. ആരാ കോസ് എക്സ് ബൈ സൈൻ എക്സ്? കോട്ടെക്സ് അല്ലേ? കോട്ടെക്സ് ആണ്. സോ ഇത് സിമ്പിൾ ആണ്. ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ. 2 കോസ് ഓഫ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 ആ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നേരിട്ട് ഇവിടെ 6x എങ്ങനെയാണ് വന്നതെന്ന് പറയാതെ നേരിട്ട് 6xലേക്ക് എത്താതെ നിങ്ങൾക്ക് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 എന്നുള്ള സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് ഇടയാക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിൽ വരുന്ന ചോദ്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, എക്സാമിന് എന്തായാലും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ ഈ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് നല്ലപോലെ ഓർത്ത് വെക്കുക. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 ഇക്വേഷൻസ് ആണ്. കോസ് 2x കാണണം, സൈൻ 2x കണ്ടുപിടിക്കണം ആൻഡ് ടാൻ 2x. ഓക്കെ, കോസ് സൈൻ ടാൻ ഇവരുടെയൊക്കെ 2x വാല്യൂസ് കൂടെ ഈ 3 ഇക്വേഷൻസ് കൂടി ഈ 3 ആളുകളെ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗണോമെട്രിയിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു എന്ന് പറയാം. ഓക്കെ, സോ കോസ് 2x, ഈ കോസ് 2xനെ എനിക്ക് എങ്ങനെ എഴുതാടാ? കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ? കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് വെച്ചാൽ എന്താ? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ വരുന്നത് എന്താണ്? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ അല്ലായിരുന്നു? അപ്പം എൻ്റെ എക്സും വൈയും ഒക്കെ ഇവിടെ എക്സ് ആണ്. സോ അതുകൊണ്ട് ഞാൻ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എക്സ്. ഇതിൻ്റെ അർത്ഥം എന്താ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് അല്ലേ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താ? കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇമ്പോർട്ടൻറ്റ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെന്ത്? കോസ് 2x വരുന്നത്. ആൻഡ് ഇത് കൂടാതെ എന്താണ് ഈ കോസ് സ്ക്വയർ? നമുക്കൊരു ഐഡന്റിറ്റി അറിയാലോ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്തായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. ഇതിൽ നിന്ന് കോസ് സ്ക്വയർ എക്സ് എന്താണെന്ന് കിട്ടും നമുക്ക്? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. എങ്ങനെ വന്നു? ഈ സൈൻ സ്ക്വയർ എക്സ് നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, റൈറ്റിൽ കയറിയാൽ നെഗറ്റീവ് സൈൻ സ്ക്വയർ എക്സ് ആയി അല്ലേ? സോ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഈ ഒരു വാല്യൂ, കോസ് സ്ക്വയർ എക്സിന്റെ ഈ ഒരു വാല്യൂ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അവിടെ കോസ് 2xനെ വീണ്ടും നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ നോക്കിക്കേ? കോസ് 2x ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ,
ഓൾറെഡി ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ടായിരുന്നു ആൻഡ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് എന്താണ് കോസ് സ്ക്വയർ എക്സ് ആണ്. സോ കോസ് സ്ക്വയർ എക്സിനെ നമ്മൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി ആൻഡ് ഓൾറെഡി ഉള്ള മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഒന്നിൽ നിന്ന് 2 മൈനസ് സൈൻ സ്ക്വയർ എക്സുകളാണ് 2 സൈൻ സ്ക്വയർ എക്സുകളാണ് കുറയ്ക്കുന്നത്. സോ അതുകൊണ്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ അടുത്തൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഒരു എ പ്ലസ് ലെവലുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. കോസ് 2xന്റെ ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു എ പ്ലസ് അറ്റൈൻ ചെയ്യാനുള്ള ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കൂടി എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് എ പ്ലസ് ഒന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എല്ലാ ഇക്വേഷൻസും നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഈസി വേയിൽ നിങ്ങളത് തിങ്ക് ചെയ്തെടുക്കുക ആൻഡ് മനസ്സിലെത്തി ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഈ ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. സോ കോസ് 2xനെ നമ്മൾ 3 ഇക്വേഷൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സെയിം വേ നമുക്ക് സൈൻ 2xനെയും എഴുതാം. സൈൻ 2xനും നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഇവിടെ വരുന്നത്? സൈൻ 2xനെ അതൊന്ന് ഞാൻ മാറ്റി എഴുതാണ്, നോക്കിക്കോ. സൈൻ 2xനാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഇതാ സൈൻ 2xനെയും എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതാലോ അല്ലേ? സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? സൈൻ എക്സ് കോസ് വൈ. ഇവിടെ എക്സ് തന്നെയാണ് കോസ് വൈ, പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള സ്ഥാനത്ത് ഇവിടെ എക്സ് തന്നെയാണ്. സോ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇതിന്റെ അർത്ഥം എന്താ? 2 തവണ സൈൻ എക്സ് കോസ് എക്സ് വന്നു അല്ലേ? 2 ഇൻറ്റു 4 4 ഇൻറ്റു 2 സെയിം അല്ലേ? സോ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സും അതേപോലെ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സും സെയിം ആണ്. സോ 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പം അടുത്തൊരു ഇക്വേഷൻ എന്താണ്? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു വാല്യൂ കൂടി പഠിച്ചു വെക്കുക. സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ്. നേരത്തെ പറഞ്ഞ നമ്മുടെ എ പ്ലസ് ആണെങ്കിൽ 2 ടാൻ എക്സ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ സൈൻ 2xന്റെ കേസിൽ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് സൈൻ 2x? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അതേപോലെ കോസ് 2x എന്ന് പറയുന്നത് സൈൻ 2x എന്ന് പറയുന്നത് 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ആൻഡ് നമ്മളിനി അടുത്തത് പോകുന്നത് ടാൻ 2xലേക്കാണ്. ഓക്കെ, ടാൻ 2x. നോക്കിക്കേ, ടാൻ 2xനെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു ഇക്വേഷൻ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, ആൻഡ് ഇതും സൈൻ 2xന്റെ വാല്യൂസും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. സൈൻ 2x എന്താ? 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണ് കയറി വരുന്നത്. സോ ടാൻ 2xന്റെ കേസിൽ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, സോ ഇവിടെ ഏകദേശം വരുന്നത് എത്ര ഇക്വേഷൻസ് ആണ്? 6 ഇക്വേഷൻസ് ആണ് അല്ലേ? കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അടുത്തതോ കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അടുത്തത് കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ആൻഡ് സൈൻ 2xലേക്ക് വരുന്ന സമയത്ത് 2 സൈൻ എക്സ് കോസ് എക്സ് ആൻഡ് 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ആൻഡ് അടുത്തത് ടാൻ 2x ആയിരുന്നു. ടാൻ 2x എന്താണ്? 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, സോ ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്നത് അതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ? ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? എക്സാമിന് ഇക്വേഷൻസ് അല്ല നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പോകുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഇതാ നോക്കിക്കേ മക്കളെ, ഒരു ചോദ്യമാണ്. സൈൻ 5x മൈനസ് 2 സൈൻ 3x പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇതെന്താണെന്ന് തെളിയിക്കണം നമുക്ക്. ടാൻ എക്സ് ആണ്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എവിടെയാണ് വരുന്നത്? പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. ഏകദേശം ഒരു 4 മാർക്കിനോളം നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. 4 മാർക്കോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. ഏതൊക്കെ ഇക്വേഷൻസ്
ആ 4 ഇക്വേഷൻസ് കോസ് എക്സ് പ്ലസ് കോസ് വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, അങ്ങനത്തെ ആ 4 ഇക്വേഷൻസ് ആൻഡ് ഈ സൈൻ 2x കോസ് 2x ടാൻ 2x ആ ഇക്വേഷൻസ് കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 4 മാർക്ക് ഇതാ കയ്യിലായി. സോ ഇവിടെ ഞാൻ ഒരു റീഅറേഞ്ച് ചെയ്യാണ്. സൈൻ 5xന്റെ കൂടെ ഞാൻ സൈൻ എക്സിന് എഴുതാൻ പോകുക. ഓക്കെ, എന്താ പ്രശ്നമുണ്ടോ? ഇല്ല. 2 + 3 - 1 2 - 1 + 3 ഒക്കെ കണക്കല്ലേ. സോ ഞാൻ സൈൻ 5x പ്ലസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ് എന്നെഴുതാണ്. ഓക്കെ, പ്രശ്നമുണ്ടോ? ഇല്ല. ആൻഡ് ഇതെന്തിനാണ് ഇപ്പം മാറ്റം വരുത്തിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സൈൻ 5x പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്തായിരുന്നു? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അവർ തമ്മിൽ പ്രശ്നമില്ല. സോ സൈനും വന്നു കഴിഞ്ഞാൽ അത് ആരുടെ നേരെ പോവും? സൈൻ നേരെ കയറി പിടിക്കുന്ന ആരാ? കോസിനാണ്. സോ 2 സൈൻ 5x പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആൻഡ് കോസ് 5x പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മൈനസ് 2 സൈൻ 3x ഞാൻ അതേപോലെ വെക്കുന്നു. ആൻഡ് ഇവിടെ 5x മൈനസ് എക്സ് ബൈ 2 ആണ് കേട്ടോ. ആൻഡ് ഡിവൈഡഡ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ് എന്തായിരുന്നു? കോസ് 5x മൈനസ് കോസ് എക്സ്. കോസ് എക്സും മൈനസ് കോസ് വൈ വന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ ആരുടെ അടുത്തേക്ക് പോകും? സൈൻ എക്സിൻ്റെ അടുത്തേക്ക് പോകും. 2 സൈൻ 5x പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ 5x മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആൻഡ് കൂടെ ഈ സൈൻ കോസിൻ്റെയും കോസ് എക്സിൻ്റെ ഇടയിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൂടി ആർക്ക് കൊടുക്കും? ഈ സൈനുകൾക്ക് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 സൈൻ 5x പ്ലസ് എക്സ് ബൈ 2 5 കൂട്ടണം 1 6 6 ബൈ 2 3x ആണ് വരുന്നത്. ആൻഡ് കോസ് അവിടെ 5x മൈനസ് എക്സ് 4x ആണ് ഡിവൈഡഡ് ബൈ 2 വരുന്ന സമയത്ത് 2x മൈനസ് 2 സൈൻ 3x ഡിവൈഡഡ് ബൈ മൈനസ് 2 സൈൻ 3x സൈൻ 2x ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് എനിക്ക് ഇവിടെ നോക്കി കഴിയുന്ന സമയത്ത് ഈ മുകളിലുള്ള ന്യൂമറേറ്ററിൽ ഇവിടെ ഒരു 2 സൈൻ 3x ഉണ്ട് ആൻഡ് ഇവിടെ ഒരു 2 സൈൻ 3x ഉണ്ട് അല്ലേ. എനിക്ക് കോമൺ ആക്കി എടുക്കാലോടാ. അപ്പോൾ 2 സൈൻ 3x ഇൻറ്റു 2 സൈൻ 3xൻ്റെ കൂടെ എവിടെ ആരുള്ളത്? കോസ് 2x ആണ് അല്ലേ. കോസ് 2x ബ്രാക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ കോസ് 2x വന്നു. ആൻഡ് ഇവിടെ 2 സൈൻ 3xൻ്റെ കൂടെ ആരുള്ളത്? ഒരു -1 ആണ് കിടക്കുന്നത്. സോ -1 ഡിവൈഡഡ് ബൈ -2 സൈൻ 3x സൈൻ 2x. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സോ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ക്യാൻസൽ ചെയ്യാം? 2 ഞാൻ കട്ട് ചെയ്തു. സൈൻ 3x കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? കോസ് 2x -1 ഡിവൈഡഡ് ബൈ സൈൻ 2x ആൻഡ് ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഓർത്ത് നോക്കുക കോസ് 2x എന്താണ്? ഇതുവരെ നമ്മൾ ആ ഫസ്റ്റ് പഠിച്ച 4 ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്തിൻ്റെ? സൈൻ എക്സ് പ്ലസ് കോസ് വൈയുടേതും അതേപോലെ കോസ് എക്സ് മൈനസ് സൈൻ വൈ കോസ് എക്സ് മൈനസ് കോസ് വൈയുടേതുമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ കയറി വന്നു. ആര് കയറി വന്നു? കോസ് 2xും സൈൻ 2xും എത്തി വന്നു. സോ കോസ് 2x എന്തായിരുന്നു? കോസ് 2x വരുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ. താഴെ നമുക്ക് സൈനിൻ്റെ ടേം ആണുള്ളത്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സൈനിൻ്റെ ഒരു ഫംഗ്ഷനിലെ ഫോമിലേക്ക് എഴുതണം. സോ കോസ് 2xനെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എനിക്ക് എഴുതാം അല്ലേ. ആൻഡ് കോസ് ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് കോസ് 2x മൈനസ് 1 കണ്ടെത്താലോ. അതെന്താ വരുന്നത്? ഈ 1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ കോസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ -2 സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി അല്ലേ. കോസ് 2x മൈനസ് 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -2 സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. സോ -2 സൈൻ സ്ക്വയർ എനിക്ക് എവിടെ കൊടുക്കാം? ഈ കോസ് 2x മൈനസ് 1ലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? കോസ് 2x മൈനസ് 1ൽ -2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ 2x ആൻഡ് മൈനസ് സൈൻ 2x എന്തായിരുന്നടാ? സൈൻ 2x എന്ന് വെച്ചാൽ എന്താ? 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ആൻഡ് സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ വീണ്ടും മാറ്റി എഴുതാം. സൈൻ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. എ സ്ക്വയർ എന്ന് വെച്ചാൽ എ ഇൻറ്റു എ ആണ്. സോ ഇത് വീണ്ടും -2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ -2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? സെയിം ആയിട്ട് മുകളിലും താഴെയും സെയിം ആയിട്ട് -2 കിടക്കുന്നുണ്ട് ആൻഡ് സൈൻ എക്സും കിടക്കുന്നുണ്ട്. ഞാൻ അതിനൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ബാക്കി ആരാളുള്ളത്?
സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സോ അതെന്താണ്, ടാൻ എക്സ് ആണ് അല്ലേ. സോ ടാൻ എക്സ് എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ സിമ്പിൾ ആണല്ലേ. അപ്പം കുറച്ചൊന്ന് ആ ഇക്വേഷൻസ് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ സോൾവ് ചെയ്ത് വരേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സോ അത് ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാം. ഓക്കെ, ആരും വെറീഡ് ആവേണ്ട കാര്യമില്ല. എല്ലാവരും സിമ്പിൾ ആക്കിയിട്ട് മാക്സിമം ഈസി വേയിൽ പഠിക്കുക. ആൻഡ് ഇത് ഇങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയില്ല, സിമ്പിളായിട്ട് കിട്ടി, ടാൻ എക്സ് എന്ന് കിട്ടി. പ്രൂവ്ഡ് ആണ് ഇവിടെ പ്രൂവ് ചെയ്തു. നമുക്ക് ഇങ്ങനെ അവസാനം എഴുതി വെക്കാം, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ആൻഡ് നിങ്ങളെ എക്സാമ്പിൾസ് ഒക്കെ കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ടോപ്പിക്സും ഇക്വേഷൻസും ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതോടുകൂടി നിങ്ങളെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ, കുറേ ഇക്വേഷൻസും കുറേ കോൺസെപ്റ്റും കാര്യങ്ങളും ഉള്ള വലിയൊരു ചാപ്റ്റർ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് മാത്രമല്ല നിങ്ങളുടെ ഒരു എക്സസൈസ് ലാസ്റ്റ് എക്സസൈസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കൂടി ഞാൻ ചെയ്ത് ഈ ഒരു ചാപ്റ്റർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQs കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു എക്സസൈസ് നോക്കുക. cos of pi by 4 minus x into cos of pi by 4 minus y minus sin of pi by 4 minus x into sin of pi by 4 minus y. നോക്കടാ, ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻസ് കിട്ടുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ആൻഡ് ഇതെന്താണ് ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇതും എന്താണ്, പ്രൂവ് ദാറ്റ് ആണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് cos of pi by 4 minus x into cos of pi by 4 minus y minus sin of pi by 4 minus x into sin of pi by 4 minus y എന്തിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, സോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓർക്കുന്നുണ്ടോ? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇതെന്തായിരുന്നു? കോസുകളാണ് ഒരുമിച്ച് കിടക്കുന്നത്. സോ എന്തായാലും ഇത് കോസിൻ്റെ ഒരു വേ ആണ്. ആൻഡ് ഇവിടെ മൈനസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഇത് ഉള്ളിൽ പ്ലസ് ആയിരിക്കും അല്ലേ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമാറ്റിലാണ് ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ എക്സിൻ്റെ വൈയുടെ സ്ഥാനത്തൊക്കെ ആരാ കയറി നിൽക്കുന്നത്? പൈ ബൈ 4 മൈനസ് എക്സും വൈയുടെ സ്ഥാനത്ത് കയറി നിൽക്കുന്നത് പൈ ബൈ 4 മൈനസ് വൈയും ആണ് അല്ലേ. എക്സ് പൈ ബൈ 4 മൈനസ് എക്സ് എന്നുള്ളൊരു വാല്യൂ ആണ് കിടക്കുന്നത്. വൈയുടെ സ്ഥാനത്ത് ആരാണ് കിടക്കുന്നത്? ഒരു പൈ ബൈ 4 മൈനസ് വൈ ആണ് കിടക്കുന്നത് അല്ലേ. സോ എനിക്ക് എന്ത് ചെയ്യാം, എക്സിനും വൈക്കുമുള്ള വാല്യൂസ് കിട്ടി. ആൻഡ് ഇത് എന്തിന് ഈക്വൽ ആണ്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈക്ക് ഈക്വൽ ആണല്ലോ അല്ലേ. കോസ് ഓഫ് എക്സ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്താണ്? കോസ് എക്സ് പ്ലസ് കോസ് വൈ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇവിടെ ചോദ്യത്തിലുള്ളതും കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഫോർമാറ്റിൽ എക്സിന്റെ സ്ഥാനത്ത് ആര് കയറി വന്നു? പൈ ബൈ 4 മൈനസ് എക്സ് വന്നു. വൈയുടെ സ്ഥാനത്ത് ആര് കയറി വന്നു? പൈ ബൈ 4 മൈനസ് വൈ വന്നു. സോ സിംപ്ലി എനിക്ക് ഈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈയിൽ എക്സിനും വൈക്കും എന്ത് വാല്യൂ കൊടുത്താൽ മതി? പൈ ബൈ 4 മൈനസ് എക്സ് എന്നും പൈ ബൈ 4 മൈനസ് വൈ എന്നും കൊടുത്താൽ മതി. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്, ഇതാണ് നമ്മുടെ എക്സ്, പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ. കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 രണ്ട് കോൺസ്റ്റന്റ് ടേംസ് ഉണ്ട്. ഞാൻ അതിനെ ഒരുമിച്ച് എഴുതിയാൽ കോസ് ഓഫ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 എന്താണ്? പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 പൈ ബൈ 2 അല്ലേ. പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് ഞാൻ എഴുതി. ആൻഡ് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് ഈ മൈനസിനെ ഞാൻ ഒരുമിച്ചെടുത്തു. മൈനസ് എക്സ് മൈനസ് വൈ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് പ്ലസ് വൈ അല്ലേ. മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വന്നു. വീണ്ടും പുറകിലോട്ട് ചിന്തിക്കുക. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്തായിരുന്നു? കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ. അപ്പം നമ്മൾ എന്തിലേക്ക് പോകണം? പൈ ബൈ 2 വന്നു കഴിഞ്ഞു. പൈ ബൈ 2 വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. ഫംഗ്ഷന് ചേഞ്ച് ഉണ്ട്. കോസ് വന്നു കഴിഞ്ഞാൽ അതിന് ചേഞ്ച് സൈൻ ആണ്. സൈൻ വന്നാൽ അതിന് ചേഞ്ച് കോസ് ആണ്. ടാൻ വന്നാൽ കോട്ട്, കോട്ട് വന്നാൽ ടാൻ, സീക്ക് വന്നാൽ കൊസീക്ക്, കൊസീക്ക് വന്നാൽ സീക്ക്. ഇതാണ് കണക്ഷൻ. സോ കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. അതിന് മുന്നേ ഞാൻ കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം. അതെന്താണ്? സൈൻ തീറ്റയാണ് അല്ലേ. സൈൻ തീറ്റയാണ്. കാരണം പൈ ബൈ 2 ടേം വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ മാറും. സൈൻ തീറ്റ എന്ന് കിട്ടി. ആൻഡ്
ഈ ആംഗിള് π/2 മൈനസ് തീറ്റ നേരെ പോവുക എ എസ് ടി സി നോക്കുക. π/2 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റില്ല? ഫസ്റ്റ് ക്വാഡ്രന്റില്ല. ഓൾ ആർ പോസിറ്റീവ്. സോ π/2 മൈനസ് തീറ്റ എടുത്ത സമയത്ത് ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ എനിക്ക് ഇവിടെ കോസും എവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. സോ ഇവിടെ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, ആൻഡ് നമ്മുടെ തീറ്റ ഇവിടെ എന്താണ്? കോസ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ എന്നല്ലേ കിടക്കുന്നത്. തീറ്റയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? എക്സ് പ്ലസ് വൈ ആണ് കിടക്കുന്നത്. സോ എനിക്ക് എങ്ങനെ പറയാം കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈനെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കാര്യത്തെ നമ്മൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്തു. ചോദ്യം എന്തായിരുന്നു? എവിടെ ചോദ്യം? ചോദ്യം ഇതാ, കോസ് ഓഫ് π/4 മൈനസ് കോസ് ഓഫ് π/4 മൈനസ് വൈ മൈനസ് സൈൻ π/4 മൈനസ് എക്സ് സൈൻ π/4 മൈനസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി നമ്മൾ അതിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ നമ്മൾ ഫസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ട്. നമ്മൾ സൈൻ കൺവെൻഷനും അതേപോലെ ഫസ്റ്റിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്, തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങൾ, കോസിൻ്റെയും സൈൻ്റെയും ഒക്കെ π/2 പൈ വരുന്ന ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, ആ ഇക്വേഷൻസ് ഒക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുകയാണ്, എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് ട്രിഗണോമെട്രി പഠിക്കരുത് ഒരിക്കലും. ഇത്രയും ഇക്വേഷൻസും കോൺസെപ്റ്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വളരെ വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നല്ലപോലെ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ് നല്ലപോലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ. സോ നല്ലപോലെ പഠിക്കുക. കോൺസെപ്റ്റുകളൊക്കെ ഇതോടെ കവർ ചെയ്ത് കഴിഞ്ഞു ഞാൻ. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.